വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ മട്ടന്നൂരിൽ 3 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. RSSകാരാണ് ആക്രമിച്ചത്. ഇടവേലിക്കൽ ലതീഷ്, ലനീഷ്, സായിത്ത് എന്നിവർക്കാണ് വെട്ടേറ്റത്. പരിക്കേറ്റവരെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് സംഭവം? പ്രിയ, കണ്ണൂർ മട്ടന്നൂരിനടുത്ത ഇടവേലിക്കലിലാണ് CPIM പ്രവർത്തകരെ RSSകാർ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. 3 CPIM പ്രവർത്തക ആക്രമണത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. CPIM പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി, കാറ് തടഞ്ഞു നിർത്തി RSS സംഘം ആക്രമിക്കുകയായിരുന്നു. വടിവാൾ ഉൾപ്പെടെയുള്ള മാരക ആയുധങ്ങൾ കൊണ്ടാണ് ആക്രമണം ഉണ്ടായത്. ഇവർക്ക് കാറിനകത്ത് വെച്ച് തന്നെ, കാറിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ വടിവാൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ്. വയറിൽ 2 പേർക്ക് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഇപ്പോൾ AKG ആശുപത്രിയിൽ കണ്ണൂരിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തീർത്തും സമാധാനം നിലനിന്നിരുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ RSS ഇപ്പോൾ ഒരു അക്രമം, ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ അക്രമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മട്ടന്നൂരിൽ രാഷ്ട്രീയ സംഘർഷങ്ങളോ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ നിലവിൽ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ വളരെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം RSSന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രദേശവാസികളായിട്ടുള്ള ചിലർ തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വെട്ടേറ്റവർ വ്യക്തമാക്കിയിട്ടുള്ളത്. RSSന്റെ പ്രാദേശിക പ്രവർത്തകർ, അവിടെ പ്രവർത്തിക്കുന്നവർ തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പരിക്കേറ്റ 3 പേരെയും ഇപ്പോൾ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. RSSന്റെ സജീവ പ്രവർത്തകരായ നെല്ലൂന്നിയിലുള്ള സച്ചിൻ, ജ്യോതിഷ്, രഞ്ജി എന്നീ 3 RSS പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതൊരു പരിക്കേറ്റവർ ഇപ്പോൾ AKG ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയ, സന്തോഷ്, ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലത്ത് ഇപ്പോൾ എന്താണ് അവസ്ഥ? സമാധാനപരമാണോ? അല്പസമയം മുമ്പാണ് സംഭവം നടന്നിട്ടുള്ളത്. ഈ CPIMന്റെ പ്രവർത്തകരായ ഇവർ കാറിൽ സഞ്ചരിക്കവേ RSS സംഘം കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ ഇവരെ ഇപ്പോൾ AKG ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്, വിവരശേഖരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതിൽ വെട്ടിയവരെ ഈ CPIM പ്രവർത്തകർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള RSSന്റെ പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത്. കണ്ണൂർ മട്ടന്നൂരിൽ 3 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റിരിക്കുന്നു. RSSകാരാണ് ആക്രമിച്ചത്. ഇടവേലിക്കൽ ലതീഷ്, ലനീഷ്, സായിത്ത് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇവർ AKG ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുത്ത നടപടിക്കെതിരെ കന്നഡ താരങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസ് നിലനിൽക്കെ ദിലീപിനെ തിരിച്ചെടുക്കരുതെന്ന് താരങ്ങൾ 50ഓളം കന്നഡ താരങ്ങളാണ് പ്രസ്താവനയിലൂടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അൻസു ചേരുകയാണ്. അൻസു, നടിയെ ആക്രമിച്ച സംഭവം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നീട് ഇപ്പോൾ ദിലീപിനെ അമ്മയിലേക്ക് തിരിച്ചെടുത്ത സംഭവങ്ങൾ വിവാദമായി. ദേശീയ മാധ്യമങ്ങളടക്കം ഈ ഒരു വിഷയം ചർച്ച ചെയ്തു. ഇപ്പോൾ കന്നഡ താരങ്ങൾ 50 പേരടങ്ങുന്ന താരങ്ങൾ പ്രസ്താവനയിലൂടെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? പ്രിയ, ദിലീപിനെ തിരിച്ചെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കർണാടകത്തിൽ നിന്നും 50ഓളം താരങ്ങൾ അമ്മയ്ക്ക് കത്തയച്ചിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് താരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് അയച്ച കത്തിൽ, ഇടവേള ബാബുവിന് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. രാജ്യം മുഴുവൻ സ്ത്രീ സുരക്ഷയും അതുപോലെ തന്നെ സ്ത്രീ സമത്വവും ഒക്കെ പറയുന്ന അതിനെയൊക്കെ പ്രഘോഷിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അമ്മയുടെ ഇത്തരമൊരു നിലപാട്, അത് കേരളത്തിലെ ഇത്രയും വലിയൊരു സംഘടനയായ അമ്മയുടെ ഈ നിലപാട് അപലപനീയമാണെന്നാണ് അവർ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസ് ഇപ്പോഴും വാദം ഒക്കെയും തുടരുകയാണ്. കോടതിയിൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തിരികെ ദിലീപിനെ സംഘടനയിലേക്ക് എടുത്തത് തീരെ ശരിയായില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പരസ്പര വിശ്വാസത്തോടെയും ധാരണയോടെയും പ്രവർത്തിക്കേണ്ട ഒരു സംഘടന, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ വളരെ റെപ്യൂട്ടഡ് ആയ ഒരു സംഘടനയാണ് അമ്മ. അവിടെ തീർത്തും അക്രമത്തിനിരയായ നടിയെ പരിഗണിക്കാതെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന നടനെ തിരികെ എടുത്തത് തീരെ ശരിയായില്ല എന്നാണ് അവർ പറയുന്നത്. 50ഓളം അംഗങ്ങൾ ഒപ്പിട്ട കത്താണ് അമ്മയ്ക്ക് ഇവർ അയച്ചിരിക്കുന്നത്. ഇതിൽ ശ്രുതി ഹരിഹരൻ, രക്ഷിത് ഷെട്ടി, ശ്രദ്ധ ശ്രീനാഥ് അങ്ങനെ തുടങ്ങിയ പ്രമുഖ താരങ്ങളൊക്കെയും ഇതിലുണ്ട്. WCCയിലെ 14 നടിമാർ കൂടി വീണ്ടും ഇതിൽ നിന്ന് രാജിവെക്കാൻ സന്നദ്ധരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിലവിൽ രംഗത്ത് വന്നിരുന്നു. വളരെയധികം പ്രതിഷേധം ഉയർന്നു വരികയാണ് ഇപ്പോൾ അമ്മയ്ക്കെതിരെ. പ്രിയ, ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുത്ത നടപടിക്കെതിരെ കന്നഡ താരങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. 50ഓളം കന്നഡ താരങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇവർ പ്രസ്താവനയിലൂടെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അൻസു നൽകിയത്.
അംഗത്വം വേണ്ടെന്ന് WCCയിലെ 14 നടിമാർ. തുല്യവേതനമില്ലാത്ത മേഖലയിൽ അമ്മ 1 ലക്ഷം രൂപ അംഗത്വ ഫീസ് വാങ്ങുന്നത് ജനാധിപത്യപരമല്ലെന്ന് നടിമാർ ആരോപിച്ചു. അഭിനേതാക്കളായി തുടരുമ്പോൾ തന്നെ അമ്മയിൽ അംഗത്വം എടുക്കില്ലെന്ന് നടിമാർ പറഞ്ഞു. നടിമാരായ അമല, രഞ്ജിനി, സജിത മഠത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് താരസംഘടനയ്ക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത്. അമ്മയിൽ നിന്ന് രാജിവെച്ച നടിമാർക്ക് പിന്തുണയർപ്പിച്ചും അമ്മയുടെ ഭാഗമാകാനില്ലെന്ന് തുറന്നു പറഞ്ഞും WCCയിലെ കൂടുതൽ നടിമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. രഞ്ജിനി, അമല അക്കിനേനി, ദിവ്യപ്രഭ, ജോളി ചിറയത്ത്, കനി കുസൃതി, രഞ്ജിനി പിയർ, സജിത മഠത്തിൽ, സംയുക്ത നമ്പ്യാർ, ശാന്തി ബാലചന്ദ്രൻ, ശൈലജ അമ്പു, സുജാത ജനനേത്രി, അർച്ചന പത്മിനി, ദർശന രാജേന്ദ്രൻ, ദിവ്യ ഗോപിനാഥ് തുടങ്ങിയ നടിമാർ അമ്മയുടെ ഭാഗമാകാനില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നിലവിൽ അംഗങ്ങളല്ല, ഇനി അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നില്ല. തുല്യവേതനം പോലുമില്ലാത്ത മേഖലയാണ് സിനിമ. അമ്മയിൽ 1 ലക്ഷം രൂപയോളം മെമ്പർഷിപ്പ് ചുമത്തുന്നത് ജനാധിപത്യപരമല്ലെന്നും നടിമാർ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ സഹപ്രവർത്തകരുടെ പ്രശ്നത്തെ സമീപിച്ച രീതിയിൽ നിന്നും സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങളെ വിശ്വസിക്കാൻ സാധ്യമല്ലെന്നും നടിമാർ വ്യക്തമാക്കുന്നു. കെട്ടിക്കാഴ്ചകൾക്കല്ലാതെ സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് ആഘോഷ പരിപാടിയിൽ അവതരിപ്പിച്ച സ്കിറ്റ് കൂടാതെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നടപടി എന്നിവ അമ്മയുടെ സ്ത്രീ സമീപനമാണ് വ്യക്തമാക്കുന്നത്. ആരോഗ്യപരവും ആശയപരവുമായ സംവാദത്തിന് കെൽപ്പില്ലാത്ത ഒരു സംഘടനയാണ് അമ്മ. ഇത്തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായി നിലകൊള്ളുന്ന ഒരു സംഘടനയുടെ ഭാഗമാകാനില്ലെന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് നടിമാർ. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. നടൻ ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുത്തത് ശരിയായില്ലെന്ന് നടൻ TP മാധവൻ. അമ്മയിൽ നിന്ന് നടിമാർ രാജിവെച്ചത് ധീരമായ നടപടിയാണെന്നും TP മാധവൻ. അമ്മയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. അമ്മയിൽ വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ TP മാധവൻ ആരോടും നോക്കാനില്ലാതെ പത്തനാപുരം ഗാന്ധി ഭവനിൽ കഴിയുകയാണ്. ആരോപണം തെളിയിക്കുന്നതിന് മുമ്പ് തിരിച്ചെടുത്ത് ശരിയായോ? അല്ല, അത് ശരിയല്ല, അത് ശരിയായില്ല. അതാണ് പറഞ്ഞത്, അത് ശരിയായില്ല. അതിനല്ല ഇങ്ങോട്ടില്ല, അതല്ലേ പറഞ്ഞത്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ IG-ക്ക് പരാതി. കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞിട്ടും കർദിനാൾ ഇക്കാര്യം മറച്ചുവെച്ചുവെന്നാണ് ആരോപണം. കർദിനാളിനെതിരെ കേസെടുക്കണമെന്നും എറണാകുളം സ്വദേശി ജോൺ ജേക്കബ് റേഞ്ച് IG-ക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച വിവരം 6 മാസം മുൻപ് തന്നെ കർദിനാളിനെ രേഖാമൂലം അറിയിച്ചിരുന്നു. എന്നാൽ മാസങ്ങളോളം ഇക്കാര്യം കർദിനാൾ മറച്ചുവെച്ചുവെന്നാണ് IG-ക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഗുരുതരമായ കുറ്റം നടന്ന കാര്യം അറിഞ്ഞിട്ടും പോലീസിനെയോ വനിതാ കമ്മീഷനെയോ കർദിനാൾ അറിയിച്ചില്ല. കൂടാതെ സഭയ്ക്കകത്ത് ബിഷപ്പിനെതിരെ ആരോപണമുയർന്നിട്ടും അക്കാര്യം പോപ്പ് ഉൾപ്പെടെയുള്ള മേലധികാരികളെയും അറിയിച്ചില്ല. മാത്രമല്ല, കന്യാസ്ത്രീയെ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിപ്പിക്കാൻ കർദിനാൾ കൂട്ടുനിന്നുവെന്നും ജോൺ ജേക്കബിന്റെ പരാതിയിൽ ആരോപിക്കുന്നു. അതിനാൽ കർദിനാൾ ആലഞ്ചേരിക്കെതിരെ കേസെടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഒരു വിഭാഗം വിശ്വാസികളുടെ കൂട്ടായ്മയായ AMTയുടെ കൺവീനർ കൂടിയാണ് പരാതിക്കാരനായ ജോൺ ജേക്കബ്. കർദിനാളിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം സഭയ്ക്കകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കർദിനാളിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം വൈദികരുടെ വിലയിരുത്തൽ. എന്നാൽ ഇക്കാര്യത്തിൽ സഭയുടെ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ പുറത്തുവന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓർത്തഡോക്സ് സഭാ വൈദികർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ക്രൈംബ്രാഞ്ച് എല്ലാ വശവും പരിശോധിക്കുമെന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. അത് ആക്ച്വലി ഞാൻ ഇതൊരു പത്രത്തിലെ വാർത്ത കണ്ടു. ഇതുവരെ ഞാൻ ഓഫീസിൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും നിർദ്ദേശം വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ പോയി നോക്കിയാൽ മാത്രം എനിക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കും. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അന്വേഷിക്കട്ടെ. ഐ വിൽ നോട്ട് ഇന്റർഫിയർ നൗ. അപ്പോൾ അവർ പറഞ്ഞ നോക്കിയിട്ട് ചെയ്യാം. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഞാൻ കൊടുത്തു. അന്ന് ഒരു ലെറ്റർ വന്നായിരുന്നു. ആ അടിസ്ഥാനത്തിലേക്ക് അലിഗേഷൻസ് വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് ഞാൻ ക്രൈംബ്രാഞ്ചിക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അവർ തന്നെ നോക്കിയിട്ട് ശരിയാക്കും. കാരണം ക്രൈംബ്രാഞ്ച് കംപ്ലീറ്റ് മാതൃക രീതിയിൽ പോകും. ലോക്കൽ പോലീസ് പോലെ അല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകും. ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും നേരിയ ഭൂചലനമുണ്ടായിരിക്കുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഭൂചലനം എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്? പ്രിയ, കുറച്ച് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പായിരുന്നു ദില്ലിയിലെ പ്രദേശങ്ങളിലും അതേപോലെ ഹരിയാന, ഉത്തർപ്രദേശിലെ ചില ഭാഗങ്ങളിലും നേരിയ തോതിൽ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 5 മിനിറ്റോളം ഈ പ്രകമ്പനം നീണ്ടു നിന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർചലനങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധ സംഘങ്ങൾ പറയുന്നത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരിയ തോതിലുള്ള ഭൂചലനമായതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രഭവ കേന്ദ്രവും അതേപോലെ തീവ്രതയും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. തുടർന്ന് ഇനി വിദഗ്ധ സംഘം എത്തി ഇതിന്റെ കൂടുതൽ പഠനം നടത്തിയതിനു ശേഷം ഇതൊക്കെ വ്യക്തമാവുകയുള്ളൂ. പ്രിയ,
ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും നേരിയ ഭൂചലനമുണ്ടായിരിക്കുന്നു. വിവരങ്ങളാണ് അജീഷ് നൽകിയത്. 51 കമ്പനികളുടെ വെളിച്ചെണ്ണയ്ക്ക് സംസ്ഥാനത്ത് നിരോധനം. വെളിച്ചെണ്ണയിൽ മായം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ MG രാജമാണിക്യമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. സർക്കാർ ഉത്പന്നമായ കേര വെളിച്ചെണ്ണ എന്ന വ്യാജേനയാണ് ഇതിൽ ഭൂരിപക്ഷം ബ്രാൻഡുകളും പുറത്തിറക്കുന്നത്. നേരത്തെ ഇതിൽ പല വെളിച്ചെണ്ണകളും ജില്ലാ അടിസ്ഥാനത്തിൽ നിരോധിച്ചുവെങ്കിലും വീണ്ടും വിൽപ്പന നടത്തുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഭക്ഷ്യയോഗ്യമല്ലാത്ത 51 ബ്രാൻഡ് വ്യാജ വെളിച്ചെണ്ണ കൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചു. ഭൂരിപക്ഷം കമ്പനികളുടെയും വെളിച്ചെണ്ണയിൽ 50% പോലും വെളിച്ചെണ്ണ ഇല്ലെന്നും കണ്ടെത്തലുണ്ട്. പാരഫിൻ, പാമോയിൽ തുടങ്ങിയവ ചേർത്ത മിശ്രിതമാണ് മിക്ക കമ്പനികളും പുറത്തിറക്കുന്നത്. മാത്രമല്ല, കേരള സർക്കാർ ഉൽപ്പന്നമായ കേര വെളിച്ചെണ്ണ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുമാണ് ഇത്തരം വ്യാജന്മാരുടെ വിൽപ്പന. ഇന്ന് നിരോധിച്ച 51 ബ്രാൻഡുകളിൽ 22 എണ്ണത്തിനൊപ്പവും കേര എന്ന പേരുകൂടി ചേർത്തായിരുന്നു വിൽപ്പന. ജൂൺ 1-ന് 45 ബ്രാൻഡുകൾ നിരോധിച്ചിരുന്നു. ഇതിൽ 19 ബ്രാൻഡുകളിലും കേര എന്നും ചേർത്തിരുന്നു. കേരള നാളികേരം, കേര മൗണ്ട്, കേര ടോപ്പ്, കേര സ്വാദ്, കേര ലൈഫ്, കേര രുചി, കേര റിച്ച്, കേര റാണി എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 220 രൂപ മുതൽ 230 രൂപ വരെ വിലയുണ്ടെന്നിരിക്കെ 180-നും 200-നുമാണ് വ്യാജന്മാരുടെ വിൽപ്പന. ഇതിലൂടെ വിപണി പിടിക്കുകയാണ് വ്യാജന്മാർ. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ MG രാജമാണിക്യം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോടിനെയും മലപ്പുറത്തെയും നിപ രഹിത ജില്ലകളായി പ്രഖ്യാപിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി KK ശൈലജയാണ് പ്രഖ്യാപനം നടത്തിയത്. നിപ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി പ്രവർത്തിച്ചവർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ആദരം ചടങ്ങിൽ വിതരണം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ മികച്ച ഡോക്ടർമാർക്കുള്ള അവാർഡുകളും ആരോഗ്യമന്ത്രി കൈമാറി. നിപ എന്ന മഹാമാരിയെ ജീവൻ പണയം വെച്ച് നിയന്ത്രണ വിധേയമാക്കിയ സുമനസുകളെയാണ് കോഴിക്കോട് നടന്ന ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ആദരിച്ചത്. ചടങ്ങ് ആരോഗ്യമന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. നിപ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രയത്നത്തിലൂടെയാണെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ നിപ രഹിത ജില്ലകളായി ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു. ജൂൺ 30 വരെ ജാഗ്രതാ നിർദ്ദേശം തുടർന്നിരുന്നു. തുടർ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഈ സാഹചര്യത്തിൽ നിപ രോഗരഹിതമായി കോഴിക്കോട്, മലപ്പുറം ജില്ലകളെ താൽക്കാലികമായി പ്രഖ്യാപിക്കുന്നു. നിപ രോഗിയെ ചികിത്സിക്കുന്നതിനിടെ രോഗം പിടികൂടി മരണത്തിന് കീഴടങ്ങിയ നഴ്സ് ലിനിക്കുള്ള ആദരം ഭർത്താവ് സജീഷ് ഏറ്റുവാങ്ങി. കോഴിക്കോട്, മലപ്പുറം ജില്ലാ കലക്ടർമാർ, മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ G അരുൺകുമാർ, രോഗം കണ്ടെത്തുന്നതിലേക്ക് വഴി തെളിയിച്ച ഡോക്ടർ അനൂപ് കുമാർ, ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർ അബ്ദുൽ ഗഫൂർ, മൃതദേഹം സംസ്കരിക്കാൻ നേതൃത്വം നൽകിയ ഡോക്ടർ ഗോപകുമാർ എന്നിവർ ആരോഗ്യമന്ത്രിയിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷത്തെ മികച്ച ഡോക്ടർമാർക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. മന്ത്രി TP രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ചരിത്രത്തിലാദ്യമായി 72 ആദിവാസി യുവതീ യുവാക്കളെ പോലീസിലേക്ക് നേരിട്ട് റിക്രൂട്ട് ചെയ്ത് കേരള സർക്കാർ. പോലീസ് സേനയിൽ ആദിവാസി വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം ഇല്ലെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി. ആദിവാസി വിഭാഗത്തിലെ തന്നെ ഏറ്റവും പിന്നോക്കക്കാരായ കാട്ടുനായ്ക്കർ അടക്കമുള്ളവർക്കാണ് ജോലി ലഭിക്കുക. നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമന ഉത്തരവ് ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറും. കേരളത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിലാദ്യമായിട്ടാണ് പോലീസ് സേനയിലേക്ക് പട്ടികവർഗ വിഭാഗത്തിനു വേണ്ടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. പോലീസ് സേനയിലോ അർദ്ധസേനാ വിഭാഗങ്ങളായ എക്സൈസ്, വനം എന്നീ വകുപ്പുകളിലും പട്ടികവർഗ വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പ്രത്യേക താൽപര്യമെടുത്ത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ ആഭ്യന്തര, എക്സൈസ്, വനം വകുപ്പുകളോട് ആവശ്യപ്പെട്ടത്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന 72 യുവതീ യുവാക്കൾക്ക് നാളെ ടാഗോർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി നിയമന ഉത്തരവ് കൈമാറും. ആദിവാസി വിഭാഗങ്ങളിലെ തന്നെ ഏറ്റവും പിന്നോക്കക്കാരായ അടിയാളർ, കാട്ടുനായ്ക്കർ അടക്കമുള്ള വിഭാഗങ്ങളിൽ പെടുന്നവർക്കാണ് സർക്കാർ ജോലി ലഭിക്കുന്നത്. ആദിവാസികളെ പ്രത്യേക റിക്രൂട്ട്മെന്റ് വഴി പോലീസ് സേനയുടെ ഭാഗമാക്കുക LDF സർക്കാർ അവരുടെ പ്രഖ്യാപിതമായ നിലപാട് നടപ്പിലാക്കുകയാണ്. കേരള PSCയുടെ തന്നെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്ര വേഗത്തിൽ നിയമന പ്രക്രിയ പൂർത്തീകരിക്കപ്പെടുന്നത്. +2 യോഗ്യതയുള്ളവരാണ് നിയമന ഉത്തരവ് കൈപ്പറ്റുന്നത്. കേരളത്തിന്റെ വനമേഖലകളിൽ ആദിവാസികളെ മറയാക്കി മാവോയിസ്റ്റുകൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇത്രയധികം ആദിവാസികളെ നേരിട്ട് പോലീസിലെടുക്കുക വഴി മാവോയിസ്റ്റുകൾക്ക് രാഷ്ട്രീയമായ തിരിച്ചടിയും സർക്കാർ നൽകിയിരിക്കുകയാണ്. സേനയുടെ ഭാഗമാകുന്ന അഭ്യസ്തവിദ്യരായ ആദിവാസി യുവാക്കൾക്ക് തുടർന്ന് പോലീസ് അക്കാദമിയിൽ പരിശീലനം നൽകും. ടാഗോർ തിയേറ്ററിൽ നാളെ ചേരുന്ന നിയമന കൈമാറ്റ ചടങ്ങിൽ പട്ടികവർഗ മന്ത്രി AK ബാലനും DGP ലോക്നാഥ് ബെഹ്റയും പങ്കെടുക്കും. S ജീവൻകുമാർ, തിരുവനന്തപുരം.
അടിയന്തരാവസ്ഥ കാലത്തെ ജ്വലിക്കുന്ന ഓർമ്മകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കണ്ണൂർ ജയിലിലെത്തി. ക്രൂരപീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന കണ്ണൂർ ജയിലിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രിയായി 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം പിണറായി എത്തിയത് ചരിത്ര മുഹൂർത്തം. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി എത്തിയ മുഖ്യമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണം ഒരുക്കിയാണ് ജയിൽ അധികൃതർ വരവേറ്റത്. അടിയന്തരാവസ്ഥ കാലത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ക്രൂരപീഡനങ്ങൾക്ക് വിധേയനാക്കിയ D255 എന്ന നമ്പറിലുള്ള ചെറുപ്പക്കാരനായ തടവുകാരനെ 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം അതേ ജയിലിൽ സേന ഗാർഡ് ഓഫ് ഓണറോടെ സ്വീകരിച്ചു. ഇത് പിണറായി വിജയൻ എന്ന കേരളം കണ്ട കരുത്തനായ രാഷ്ട്രീയ നേതാവിനോട് കാലത്തിന്റെ കാവ്യനീതി. 1975 സെപ്റ്റംബർ 28-ന് വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് MLA കൂടിയായ പിണറായിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനപ്രതിനിധിയായിരുന്നിട്ട് കൂടിയും 3ാം മുറ ഉൾപ്പെടെ ക്രൂരപീഡനമാണ് ജയിലിൽ നേരിടേണ്ടി വന്നത്. ചോരപുരണ്ട വസ്ത്രവുമായി നിയമസഭയിലെത്തി ജയിലിലെ അനുഭവങ്ങൾ വിവരിച്ച് പിണറായി നടത്തിയ പ്രസംഗം രാഷ്ട്രീയ കേരളത്തിലെ ജ്വലിക്കുന്ന ഒരേടാണ്. 42 വർഷങ്ങൾക്ക് ശേഷം ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കണ്ണൂർ ജയിലിൽ എത്തിയപ്പോൾ ആ അനുഭവങ്ങളിലേക്ക് കടക്കാതെ തടവുകാരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിയുള്ള പ്രസംഗമാണ് നടത്തിയത്. ഇവിടുത്തെ അനുഭവങ്ങളെ കുറിച്ച് ഏറെ പറയാനുണ്ടെങ്കിലും ഇത്തരം ഒരു ഘട്ടത്തിൽ അത് അനുചിതമാകുമോ എന്ന ശങ്കയുള്ളതുകൊണ്ട് ആ വഴിക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അമ്മയുടെ ചികിത്സാർത്ഥം പരോൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 1976 നവംബർ 9-ന് ആഭ്യന്തര വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് പിണറായി വിജയൻ എഴുതിയ കത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നും ചരിത്രരേഖയായി സൂക്ഷിച്ചിട്ടുണ്ട്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ചോര വീണ അതേ മണ്ണിലേക്ക് വീണ്ടും എത്തിയപ്പോൾ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് കണ്ണൂർ ജയിൽ സാക്ഷ്യം വഹിച്ചത്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെ രൂപപ്പെടുത്തിയതിൽ ഒരു പങ്ക് വഹിച്ചത് കണ്ണൂർ ജയിലിലെ തീക്ഷ്ണമായ അനുഭവങ്ങൾ കൂടിയാണ്. ഒരു ചരിത്ര നിയോഗം പോലെയാണ് 4 പതിറ്റാണ്ടിന് ശേഷം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കണ്ണൂർ ജയിലിലെത്തുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. മകന്റെ കരൾ ക്യാൻസർ കാർന്നു തിന്നുമ്പോഴും അവനെയും നെഞ്ചോട് ചേർത്ത് ചികിത്സയ്ക്ക് പണമില്ലാതെ നെട്ടോട്ടമോടുന്ന ഒരമ്മ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി മോനിഷയാണ് തന്റെ 9 വയസ്സുള്ള മകന് കരൾ മാറ്റിവെക്കാൻ സഹായം അഭ്യർത്ഥിക്കുന്നത്. മകന്റെ രോഗമറിഞ്ഞ് ഭർത്താവ് കൂടി ഉപേക്ഷിച്ചതോടെ ഇവർക്ക് ആരുമില്ലാത്ത അവസ്ഥയാണ്. മോന് അമ്മയാണോ അച്ഛനെയാണോ ഇഷ്ടം? അച്ഛനെയോ? അമ്മയോടുള്ള അമിത സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ കുരുന്നിന് അച്ഛനെ ഇഷ്ടമല്ലാത്തത്. തന്റെ ജീവന് താങ്ങാകേണ്ട അച്ഛൻ അമ്മയോടൊപ്പം തന്നെ തനിച്ചാക്കി പോയതിന്റെ പിണക്കമാണിവന്. നെയ്യാറ്റിൻകര ചെങ്കൽ സ്വദേശികളായ മോനിഷയുടെയും അനീഷിന്റെയും മകൻ ശ്യാമിന് 1.5 വയസ്സുള്ളപ്പോഴാണ് അവന്റെ കുഞ്ഞുകരലിനെ ക്യാൻസർ കാർന്നു തിന്നുന്നതായി തിരിച്ചറിഞ്ഞത്. തുടർന്ന് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ലക്ഷങ്ങൾ മുടക്കി ശസ്ത്രക്രിയ നടത്തി. എന്നാൽ 8 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. അതിനായി 15 ലക്ഷം രൂപ ചിലവ് വരും. ഇപ്പം തന്നെ ചെയ്യാൻ പറഞ്ഞു. ഈ വർഷം തന്നെ ചെയ്ത പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മെഡിസിൻ നിർത്താം, വേറെ നോക്കാം, നമുക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് ചെയ്തു കഴിഞ്ഞാൽ. മകന്റെ രോഗവിവരമറിഞ്ഞതോടെ അച്ഛൻ അനീഷ് ഇവരെ ഉപേക്ഷിച്ചു പോയി. പ്രണയവിവാഹമായിരുന്നതിനാൽ മോനിഷയുടെ വീട്ടുകാരും ഇപ്പോൾ സഹായിക്കാനില്ല. രോഗിയായ മകനെയും കൊണ്ട് മോനിഷ ഹോസ്റ്റലിലാണ് താമസം. പൊന്നുമകന് കരൾ പകുത്തു നൽകാൻ ഈ അമ്മ തയ്യാറാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്കുള്ള ലക്ഷങ്ങൾ കണ്ടെത്താനാകാതെ വിഷമിച്ചാണ് ഇവർ ഞങ്ങളുടെ ഓഫീസിലെത്തിയത്. ഞാൻ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് വേറൊരു സ്ത്രീയുടെ കൂടെയാണ്. ഞങ്ങൾ നോക്കാറൊന്നുമില്ല. താമസിക്കാനൊരു വീടില്ല ഞങ്ങൾക്ക്. ഞാനൊരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അവിടെ കുഞ്ഞിനെയും കൂടെ നിർത്തിയിരിക്കുന്നത്. ബന്ധുക്കളോ അങ്ങനെ ആരും സഹായമൊന്നുമില്ല. തങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞ് മകനെയും ഒക്കെ തിരുത്തി ഈ അമ്മ പോകുമ്പോൾ ലോകത്തോട് പറയാനുള്ളത് ഒന്നു മാത്രം: ഈ അമ്മയ്ക്ക് ആകെയുള്ള കൂട്ട് ഈ കുഞ്ഞു ജീവൻ മാത്രമാണ്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SSLCക്കും +2-നും A+ നേടിയ കുട്ടികളെ ആദരിച്ച് ഇരിങ്ങാലക്കുട ചുങ്ക ജ്വല്ലറി മെറിറ്റ് ഡേ 2018 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചാണ് ഇരിങ്ങാലക്കുടയിലെയും സമീപ പഞ്ചായത്തുകളിലെയും സ്കൂളുകളിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെ ആദരിച്ചത്. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്കോടെ സെലക്ഷൻ ലഭിച്ച ഹരി കല്ലിക്കാട്ട ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചുങ്കത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ, മാനേജർ ഡേവിസ് ആന്റണി എന്നിവർ സംസാരിച്ചു.
മലബാർ ഗ്രൂപ്പിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹൌസ് ചാരിറ്റിയിലൂടെ ഭവന നിർമ്മാണ ധനസഹായത്തിന് അർഹരായവർക്കുള്ള ചെക്കുകൾ വിതരണം ചെയ്തു. പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ചെക്ക് മന്ത്രി എ.കെ. ബാലൻ കൈമാറി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ നെന്മാറ എം.എൽ.എ. കെ. ബാബു അധ്യക്ഷത വഹിച്ചു. ഷോറൂം ഹെഡ് ജാഫർ തയ്യിൽ, നഗരസഭാ വൈസ് ചെയർമാൻ സി. കൃഷ്ണകുമാർ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 40 വ്യക്തികൾക്കുള്ള ധനസഹായമാണ് വിതരണം ചെയ്തത്. വർക്കല നഗരസഭയിൽ UDF കൌൺസിലറുടെ നഗ്നതാ പ്രദർശനം. ഇതിന്റെ വിവരങ്ങളുമായി റിനു ചേരുകയാണ്. റിനു, ഒരു നഗരസഭയിലെ കൌൺസിലറാണ് ഇത്തരത്തിലൊരു നഗ്നതാ പ്രദർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് ഇതിനയാളെ പ്രചോദിപ്പിച്ചത്? ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു ഈ ഒരു സംഭവത്തിൽ. ഇതിന്റെ വിശദാംശങ്ങൾ. പ്രിയ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് മദ്യപിച്ച നഗരസഭയിലെത്തിയ UDF കൗൺസിലറായിട്ടുള്ള പ്രസാദ്, 14-ാം വാർഡ് കൗൺസിലറായ പ്രസാദ് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ, സ്ത്രീകൾ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ തന്റെ തുണി അഴിച്ച് CCTVക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. തന്റെ വാർഡിലെ ലൈറ്റുകളൊന്നും കത്തുന്നില്ല എന്നുള്ളത് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം നഗരസഭയിലെത്തിയത്. തുടർന്ന് വലിയ രീതിയിൽ നഗരസഭയ്ക്ക് ഉള്ളിൽ ബഹളം വയ്ക്കുകയും വലിയ രീതിയിൽ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് തന്റെ വാർഡിലെ ലൈറ്റുകളെല്ലാം ഉടൻ തന്നെ കത്തണം, ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ് മദ്യപിച്ചുകൊണ്ട് മതോന്മത്തനായിക്കൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു നഗ്നതാ പ്രദർശനം വർക്കല നഗരസഭയ്ക്കുള്ളിൽ അരങ്ങേറിയത്. തുടർന്ന് വർക്കല സെക്രട്ടറി, നഗരസഭാ സെക്രട്ടറിയും അതുപോലെ തന്നെ കൗൺസിലറും ഒന്നും തന്നെ ഈ നഗരസഭയ്ക്ക് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് പിറ്റേ ദിവസം ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നഗരസഭാ ചെയർപേഴ്സണും അതുപോലെ തന്നെ നഗരസഭയുടെ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുക്കുകയുണ്ടായി. എന്നാൽ പോലീസിന്റെ ഭാഷ്യമനുസരിച്ച് അദ്ദേഹം അന്ന് മദ്യപിച്ചിരുന്നു എന്നുള്ളത് ഇനി തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് SI പറഞ്ഞത്. നഗ്നതാ പ്രദർശനം നടത്തി എന്ന് പറഞ്ഞ ക്രിമിനൽ ഒഫൻസ് ആണത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എങ്കിൽ പോലും പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളടക്കമുള്ള ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുകയാണ് ഇദ്ദേഹം നഗ്നതാ പ്രദർശനം നടത്തിയത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളടക്കമുള്ളവരുടെ പരാതി, ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. പ്രിയ, വർക്കല നഗരസഭയിൽ UDF കൌൺസിലർ നഗ്നതാ പ്രദർശനം നടത്തിയിരിക്കുന്നു. പ്രസാദാണ് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് റിനു നൽകിയത്.